ഗായ്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലൊരു അതിഥി വന്നിട്ടുണ്ട്. അപ്പോൾ എന്നും വരുന്ന അതിഥി തന്നെയാണ്, പക്ഷെ ഇന്ന് വന്ന് അവൻ പെട്ടുപോയി. അപ്പോൾ അവനെ റിലീസ് ചെയ്യാനുള്ള ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത്. എന്തായാലും നോക്കിക്കാതെ കട്ട് ചെയ്ത് വിടണം. കാണിച്ചു തരാം. വിഷം അതെ മഞ്ഞച്ചേര പണ്ടൊരു പറഞ്ഞ മഞ്ഞച്ചേര മലന്ന് കടിച്ചാൽ മലയാളത്തിൽ മരുന്നില്ല. കാണുമ്പോ പേടി പുറത്തുള്ളാത്തൂടെ മോളിയൊന്നും തല ഫ്രീ ആയി കിടക്കില്ല. ഇങ്ങോട്ട് തിരിച്ച് കൈ വഴുതി പോണ വിരൂരാവത് ഒരു വല്ലാത്തതാ, ഒരു വല്ലായ്മ. കൈക്കറി ചുറ്റുമ്പഴേ ഉരുക്കി പോടാ. അയ്യോ എന്റെ കൈക്കറി ചുറ്റിട്ടാ കൊട്ടാരം. അത് കുഴപ്പമില്ല, പിടിച്ചിരിക്കാൻ ബലത്തിന് പിടിച്ചിരിക്കാൻ. തല പുറകോട്ട് തിരിക്കുന്നത് നോക്കണ്ടേ, അതുപോലെ ശ്രദ്ധിച്ചാൽ മതി. പാമ്പ് തന്നെയാണ്, വിഷമില്ലെന്നേ ഉള്ളു, കടിക്കില്ലാന്നൊന്നും ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ അത്രയും ഭാഗം കട്ട് ചെയ്ത് വിട്ടാലോ ചത്തു പാവല്ലേ. നിന്നെ രക്ഷപ്പെടുത്താനാണ്. നീ ഒന്ന് അടങ്ങി സഹകരിക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിലൊക്കെ കയറി അങ്ങ് ചുറ്റിപ്പേനയാണ്. എനിക്ക് ജീവനോടെ പോണാനൊക്കെ പിടിച്ചാണോ? ആ കയ്യിൽ ഫുള്ള് ചുറ്റി കെട്ടി വെച്ചേക്കുന്നത്. അതിനറിയാം എന്നെ രക്ഷപ്പെടുത്താനാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എലീനൊക്കെ തിന്നുന്നതാണ്. വീണ്ടും അങ്ങ് കുരുങ്ങി പോവേണ. ഇല്ല അങ്ങോട്ട് കൊള്ളൂല. പോട്ടെ. വിട്ടിരുന്നാ പോയെ അവന് മനസ്സിലായി. അവസാനം അവനെ കട്ട് ചെയ്ത് വീട്ടിലുണ്ട്. ആശാന്ത ഇവിടെ കിടക്കുന്നേ ഉള്ളു. കിടക്കുന്നു. നീ വീട്ടിൽ പോകണില്ലേടേ? നല്ല സൈസുണ്ട്. ഈ വലയാണ് കയറി കുരുങ്ങിയത്. പക്ഷെ അവൻ പകുതി അങ്ങ് തോന്നിൻ്റെ കയറി, ബാക്കി ഇവിടെ കിടക്കുന്നുള്ളൂ. ഡേയ് പൊക്കോ, ഇപ്പോഴും കുരുങ്ങി കിടക്കാന്ന് വിചാരിക്കുന്നത്. പക്ഷേ അയ്യോ, അങ്ങനെ ഒരു പാമ്പ് പിടുത്തവും കഴിഞ്ഞ്. വേണ്ടായിരുന്നോ ഈ പാമ്പ് പിടുത്തം? ഇവളാണ് കാണിച്ചു തന്നത്, ക്രോസിയാണ് കാണിച്ചു തന്നത്. ഞാൻ നോക്കിയോണ്ട് അവിടെ വന്നിട്ട് കുറയ്ക്കുന്നു. എനിക്ക് എപ്പോഴേ മനസ്സിലായി എന്തോ പന്തിയിടുണ്ടെന്ന്. പിന്നെ അവളെ പിടിച്ച് കെട്ടിയില്ലെങ്കിൽ എടുക്കാൻ സമ്മതിക്കില്ല. അതിനെ വന്ന് കടിക്കാൻ പോകും. അങ്ങനെ പിടിച്ച് സെറ്റ് ചെയ്ത് എവിടെയാണ് കണ്ടുപിടിച്ച് തന്നത്. ക്രോസി തുറന്നു വിട്ട് കേട്ടോ, അതിനെ അവിടെ കിടപ്പുണ്ട്. അതിനെ പോയി കടിച്ച് കൊല്ലല്.